അല്ല ഇതിലും ഈഗോ കാണിക്കല്ലേ? എനിക്കറിയാഞ്ഞിട്ടാണോ ഏട്ടന്റെ ഓരോ തമാശകള്? എന്തിനാ കഥ ഉടക്കുന്നേ? ഉറങ്ങാൻ വേണ്ടിയാ. എന്താ നീ എന്റെ മുറി കിടക്കാൻ പോവാ? ഇത് എന്റെ മുറിയാ, എനിക്ക് എന്റെ അമ്മായി തന്നത്. വാങ്ങിച്ചോ. നിന്നെ ഈ മുറി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ എന്തിനാ സമ്മതിക്കുന്നേ? അങ്ങനെ നോക്കുകയാണെങ്കി ഈ റൂമിൽ ഏട്ടന് കിടക്കാനായിട്ട് ഞാനാ പെർമിഷൻ തരേണ്ടത്. എന്താടി നിന്റെ രണ്ടു മക്കൾ ഇവിടെ ഉള്ള ധൈര്യമാണോ? ഇവിടെ എന്റെ മകനും ഉണ്ട്. എനിക്കതിന് രണ്ടു മക്കളൊന്നും അല്ല, അഭിയും കൂടി ചേർത്ത് 3 മക്കളാ. എന്റെ അഭിയെ നിന്റെ മക്കളോടൊപ്പം ചേർക്കണ്ട. എന്റെ അഭിയെ നിങ്ങൾ എന്റെ അടുത്തൊന്നും പിരിക്കുവോ? അന്ന് എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ. ഇപ്പൊ എന്റെ മുറി കയറി വന്നിരിക്കുന്നു. നോക്ക്, നിന്റെ മക്കൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കേൾക്കണ്ട. എന്നോട് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഞാനായിട്ടാ വന്നത്. എന്തായാലും എനിക്ക് ഏട്ടനോടൊന്നും പറയാനില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാ. കിളവിതല്ലേ? ആരാ നീ? എന്തിനാ ഞങ്ങൾ വീട്ടിലേക്ക് വന്നേ? ഇത് ഞാനാ ആന്റി. എടി നീയായിരുന്നോ? എന്തിനാ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നേ? എന്തു പറ്റി? പുറകിൽ നിന്നാണ് ചോദിക്കുന്നേ. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വിളമ്പി എന്റെ നടുവ് പോയി. സോറി കാർത്തിക, വാ നമുക്ക് റൂമിലേക്ക് പോവാം. നീ വേഗം പിടിക്ക്. അമ്മേ അമ്മേ നിന്നെ കാണുമ്പോ എനിക്ക് വല്ലാതെ സങ്കടം തോന്നാടി. നിങ്ങളെ കണ്ടിട്ട് തന്നെ എനിക്ക് ദേഷ്യം വരുവാ. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എന്നെ സഹായിക്കാൻ പോലും വന്നില്ല. അമ്മേ, നീ ആയതുകൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റി. നിന്നെ ഞാൻ സഹായിച്ചിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഞാനിപ്പോ കിടപ്പിലായേനെ. ഇളമേ, ഈ പെയിൻ ബാം ഇട്ട് കൊടുക്ക. ഇളമേ, ഒന്ന് പതി ചെയ്യ. ഈ വീട്ടിൽ എന്താ ഡൈനിങ് ടേബിൾ ഇല്ലാത്താക്കിൽ? പണ്ട് തൊട്ടേ ഈ വീട്ടില് ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ലടി. ഇല്ലാത്തതാണോ അതോ എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി മാറ്റിയതാണോ? അയ്യോ, സ്ഥലം വിൽക്കുന്നവരെ ക്ഷമിച്ചേ പറ്റൂ നമുക്ക്. അതിനുശേഷം നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിനു മുന്നേ നമ്മളെയൊക്കെ കൊല്ലുമെന്നാ തോന്നുന്നേ. നമുക്ക് നാളെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. എന്താടി ഇത്? അവരെ കുത്തും കൊല്ലുന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചല്ലോ നീ. ഒരു തരി ചോറ് പോലും തിന്നാൻ സമ്മതിക്കാതെ അബീനെയും വസുവിനെ ഇറക്കി വിടുന്ന വലിയ വായിലും നീ പ്രസംഗിച്ചല്ലോ. അവസാനം അവർക്ക് നീ തന്നെ വിളമ്പി വിളമ്പി നിന്റെ നടു ഒടിഞ്ഞ് നീ കിടക്കുക. ഇരുത്തിയിൽ എണ്ണ ഒഴിക്കലേ ഇളമേ. ഒന്നത് അവൾക്ക് തീരെ വയ്യാണ്ടിരിക്കുക, അതിന്റെ കൂടെയാ. അതല്ലടാ, ഒരു കാര്യം പറയുമ്പോ അത് ചെയ്ത് കാണിക്കണം. വായുണ്ടെന്നും പറഞ്ഞ ഡയലോഗ് അടിച്ചാ പോരെ. നിങ്ങൾ എത്ര തവണയാ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുള്ളത്? എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അമ്മേ, ആദ്യം നിങ്ങളുടെ കാര്യം ആലോചിക്ക്. എന്റെ കാര്യം ഇപ്പൊ നീ എന്തിനാ ആലോചിക്കുന്നേ? ആ അബിയും ബസുവും എന്തോ വലിയ പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നാളത്തേക്ക് ഇനി എന്തൊക്കെ പ്ലാനിങ്ങും സ്കീമിംഗ് ഉണ്ടെന്ന് എനിക്കറിയില്ലേ. പ്ലീസ് അഖിൽ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമുക്ക് നാളെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. നാളെ ഇങ്ങോട്ട് MLA സാർ വരും കാർത്തിക. അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ശരിയാണോ? സ്ഥലം വിറ്റ് ഉടൻ തന്നെ നമുക്ക് പോവാം. അതുവരെ നിങ്ങൾക്ക് ജീവൻ കാണോടാ. ആദ്യം ഇവരെവിടുന്ന് പുറത്താക്കിൽ. ഇളയമേ, ഒന്ന് പുറത്തു പോയേ, ഞങ്ങൾക്ക് സ്വസ്ഥോട്ട് ഉറങ്ങണം. എല്ലാരും ഓരോ റൂമിൽ കയറി സ്ഥാനം പിടിച്ചടാ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാം. എന്റെ തലേ കയറി കിടക്ക്, ഒന്ന് പോയേ. എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നേ?
എന്റെ സ്വന്തം വീട്ടിൽ തന്നെ എനിക്ക് കിടക്കാൻ ഇടയില്ലാതായി. കാറ്റും കൊണ്ട് പുറത്ത് കിടക്കാന്ന് വിചാരിച്ചപ്പോ ആ അബി അവിടെ കട്ടിലും കൊണ്ട് കിടക്കുക. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ തന്നെ കിടന്നുറങ്ങുക. കാർത്തിക ഇളയമേ, അഖിൽ, എനിക്ക് നല്ല വേദനയുണ്ട് അഖിൽ. കാർത്തിക അതിപ്പോ കുറഞ്ഞോളും, നോ പ്രോബ്ലം. എല്ലാവരും അകത്ത് കിടന്നുറങ്ങാം. ഏട്ടൻ മാത്രം ഇങ്ങനെ പുറത്ത് കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പുറത്തൊക്കെ വന്ന് കിടന്നിട്ട് ഒരുപാട് കാലങ്ങളായി വസുന്ധരെ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാറുള്ളൂ. പുറത്ത് നല്ല കൊതുവിന്റെ ശല്യമുണ്ട്. ഏയ്, ഇവിടെ കൊതുകൊന്നുമില്ല. ഒരുപാട് നന്ദിയുണ്ട് ഏട്ടാ. എന്തിന്? കൊതുകില്ലെന്ന് പറഞ്ഞതിനോ? അതിനല്ല. പിന്നെ ഓ, ഞാനിങ്ങനെ പുറത്തുനിന്ന് കിടന്നതിനോ? അയ്യോ, അതിനും അല്ല. കാർത്തികയ്ക്കും അഖിലും നല്ലൊരു പാഠം പഠിപ്പിച്ചതിന്. അതിനാ. അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതില് ഉള്ളില് നല്ല വിഷമമുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരൊരിക്കലും നന്നാവില്ല. പനി മാറണമെങ്കിലേ കയ്പുള്ള കഷായം കുടിച്ചേ മതിയാവും. അതുകൊണ്ടാ ഞാൻ അവർക്ക് ഇങ്ങനെയുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് മാറ്റം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യരങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. അതിനൊക്കെ നല്ല ടൈം എടുക്കും. ആ സമയം ഒന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. പെട്ടെന്ന് വരുന്നത് മാറ്റമല്ല, അത് അഭിനയമാണ്. അതും സത്യം തന്നെ ഏട്ടാ. അവര് മാറിയതുപോലെ അഭിനയിച്ച് നമ്മളെ ചതിക്കും. അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ശരിയായ മാറ്റം വരുന്നതുവരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ഏട്ടൻ തന്നെ കളത്തിൽ ഇറങ്ങിയാൽ പിന്നെ അവര് മാറാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? താനും എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? എങ്കിൽ അവർ തീർച്ചയായിട്ടും മാറും. അതിരിക്കട്ടെ, കുട്ടികൾ ഉറങ്ങിയോ? ഇപ്പൊ ഞാൻ അവരെ ഉറക്കിയിട്ട് വന്നതേ ഉള്ളൂ. എന്നാ താനും പോയി കിടന്നോ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. എനിക്ക് ഉറക്കം വരുന്നില്ല ഏട്ടാ. ഓ, പുതിയ സ്ഥലമായതുകൊണ്ടാണോ? അല്ല, എനിക്കും ഏട്ടനെ പോലെ ഈ നല്ല നിലാവെളിച്ചത്തിൽ ഉറങ്ങാനാ തോന്നുന്നേ. ഈ കുളിരുള്ള കാറ്റില് ഏട്ടനോട് കഥകളും പറഞ്ഞ് വെറുതെ ഇരിക്കണമെന്ന് തോന്നുക. അപ്പൊ അങ്ങനെ ചെയ്. ആരാ വേണ്ടാന്ന് പറഞ്ഞേ? പക്ഷെ വേറൊരു കട്ടിലില്ലല്ലോ. ഈ കട്ടിലുണ്ടല്ലോ. അപ്പോ ഏട്ടൻ എവിടെ കിടന്നുറങ്ങും? ഞാൻ വേണമെങ്കിൽ ആ വരാന്തയില് തിണ്ണയില് കിടന്നോളാം. അതൊന്നും വേണ്ട ഏട്ടാ, ഞാൻ അകത്ത് പോയി കിടന്നോളാം. ആഗ്രഹിച്ചത് താനല്ലേ, താൻ ഇവിടെ തന്നെ കിടന്നോ. എനിക്ക് മുന്നേ ഈ നിലാവെളിച്ചത്തിൽ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഏട്ടനല്ലേ? ഏട്ടൻ വീടിനകത്ത് കിടന്നുറങ്ങിയോ നിലാവ് നക്ഷത്രങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതെല്ലാം കണ്ട് കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചത് നീയാ. അപ്പൊ ഏട്ടൻ എന്ത് കണ്ടുകൊണ്ട് ഉറങ്ങും? ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ അകത്ത് വെക്കോളാം. അപ്പൊ പിന്നെ പറഞ്ഞോളൂ. എന്ത് പറയാൻ? ഒരു കഥ പറഞ്ഞോളൂ. അമ്മേ, ഈ വേദന കാരണം മര്യാദയ്ക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അഖിൽ ഇത് എവിടെ പോയി? കോഫി.
ഇത് സ്വന്തം വീടൊന്നും അല്ലല്ലോ, നമ്മുടെ നാട്ടിലല്ലേ. ഇവിടെ എനിക്ക് കോഫി തരാൻ ആരാ ഉള്ളത്? ഛെ. ആഹാ, കൊള്ളാലോ. നമ്മള് വന്നതുകൊണ്ട് അച്ഛൻ ജോലിക്ക് ആളെ വെച്ചു എന്ന് തോന്നുന്നു. ദേ ഇങ്ങോട്ട് നോക്കൂ. ആ, പോയി പെട്ടെന്നൊരു കോഫി കൊണ്ടുവാ. നിന്നോടാ, എന്താ ചെവി കേക്കില്ലേ? പൊട്ടനാണോ? അയ്യോ എടി, ഹസ്ബൻഡിനെ എടാ പോടന്നൊന്നും വിളിക്കല്ലേ, നിന്റെ കണ്ണ് പൊടിഞ്ഞു പോകും. അഖിൽ, നീയായിരുന്നോ? എന്താ ഇങ്ങനെ ഒരു ഗെറ്റപ്പ്? വേലക്കാരന്റെ ഗെറ്റപ്പ്. നീ എന്തിനാ വലയടിക്കുന്നേ? അച്ഛൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നേ. എല്ലാ ജോലിയും നമ്മൾ തന്നെ ചെയ്യണോ? ഭാസ്കരേട്ടനും ഭാവനേട്ടത്തിയും എന്താ ചെയ്യുന്നേ? സ്ഥലം വിൽക്കുന്നത് അവരുടെയും കൂടെ ആവശ്യമല്ലേ? കഴിഞ്ഞോ? ഇപ്പൊ കഴിവച്ചാ മോളെ കാട്ട് ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ. സോറി അച്ഛാ, പുതിയ സ്ഥലമല്ലേ, രാത്രി ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് കുഴപ്പമില്ല മോളെ, നീ ചെറിയ മരുമോളല്ലേ. നീ കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിയെന്ന് വെച്ച് ഞാനൊന്നും വിചാരിക്കില്ല മോളെ. താങ്ക്സ് അച്ഛാ. നീ ഉറക്കം എഴുന്നേറ്റ ഉടനെ നിനക്കൊരു പണി തരണമെന്ന് വിചാരിച്ചതാ. എന്താ അച്ഛാ? അച്ഛന് കോഫി ടീ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട മോളെ, മോളി എന്ന് ഗോമയം എടുത്തിട്ട് വാ. ഗോമയോ എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്തെങ്കിലും ഫ്ലവർ ആണോ അതോ ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കും? ചെല്ലു മോളെ, അത് പുറത്തുണ്ട്, പോയി എടുത്തോണ്ട് വാ. ആന്റി, എന്തിനാ കുടത്തിന് വെള്ളം കൊണ്ടുവരുന്നേ? അമ്മ, വേറെ എന്ത് ചെയ്യാനാടി? സിറ്റിയിലുള്ളത് പോലെ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം ടാപ്പിൽ വരില്ലല്ലോ. വലിയ വലിയ അണ്ടാവിലും ബക്കറ്റിലൊക്കെ കാണും. കിണറിൽ നിന്ന് വെള്ളം കോരി ആ അണ്ടാവിലൊക്കെ നിറയ്ക്കണം. രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് ആ ജോലിയൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത്. അമ്മേ, വെള്ളം കോരാനും പറ്റാതെ, ആ കുടം എടുക്കാനും പറ്റാതെ, അണ്ടാവ് മുഴുവൻ നിറയ്ക്കാനും പറ്റാതെ ഞാൻ ഇവിടെ പെടാപ്പാട് പെടാടി. അമ്മ, ആന്റി എന്തിനാ വെള്ളം കൊണ്ടുവരുന്നേ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എന്തോ അറിയില്ലടി, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് ഈ വീട്ടിൽ ആരെയും കണ്ടില്ല. ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ ഞാൻ ഏട്ടന്റെ മുഖം കണി കണ്ടെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചപ്പോ എന്റെ കയ്യിൽ ഈ കുടവും തന്ന് വീട്ടിലുള്ള എല്ലാ പാത്രത്തിലും വെള്ളം നിറയ്ക്കാൻ പറഞ്ഞടി. അഖിലിന്റെ അവസ്ഥ കണ്ടില്ലേ? വല അടിച്ചോണ്ടിരിക്കുക. നീ മാത്രം രക്ഷപ്പെട്ടു. എന്താ മോളെ സുമംഗലേ, എല്ലാത്തിലും വെള്ളം നിറച്ചോ? ഈ വീട്ടിലുള്ള പെണ്ണിനോട് എല്ലാത്തിലും വെള്ളം കോരാൻ പറയുന്നത് അന്യായല്ലേ ഏട്ടോ? ഇടയ്ക്കിടയ്ക്ക് വിരുന്ന് വരുന്നവരുണ്ടല്ലോ, അത് വീട്ടുപെണ്ണ്. നീ എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ? നീ വീട്ടിലെ മകളല്ലേ? വീട്ടിലെ മകളല്ലേ ജോലിയൊക്കെ ചെയ്യേണ്ടത്. എന്താ മോളെ കാർത്തികേ, അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്തായി? ദാ പോന്നച്ചാ. ആ അല്ല ആന്റി, ഗോമയം എന്ന് വെച്ചാ എന്താ? അങ്ങോട്ട് നോക്ക്. അത് ഷിട്ടോ അല്ലടി, പശുവിന്റെ ചാണകം. അച്ഛൻ എന്തിനാ ഇത് എടുത്തോണ്ട് വരാൻ പറഞ്ഞേ? മുറ്റത്ത് കലക്കി തളിക്കാരാ മോളെ. പോയി ഇതില് നീ ഗോമയം കൊണ്ടുവാ. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. On the floor, baby.
hit it hard baby, rock the body baby, പറ്റൂലെങ്കി പോടി. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. ദാ ഗോമയം കൊണ്ടുവന്നു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ അച്ഛാ? ഈ ഗോമയത്തില് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി നമ്മുടെ ഈ മുറ്റത്തൊക്കെ തളിക്കണം മോളെ. അതിനുശേഷം കോലം വരയ്ക്കണം. പടക്ക പീടിക കത്തുന്നേ അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് പുടുക്കം കണ്ടവൻ. പശുവിന്റെ ചാണകം വെള്ളത്ത് കലക്കനടി ചെല്ല്. അഖിൽ On the ചെല്ല് ചെല്ല്. hit it hard baby, rock the body baby, പറ്റൂലെങ്കി പോടി. എടുത്തി എടുത്തി എല്ലാരും കൂടി രാവിലെ എവിടെ പോയതാ? ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഏട്ടൻ എവിടെ പോയി? എന്ത് പറ്റിയെടുത്തി? അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ആരെ വേണമെങ്കിലും ജോലിക്ക് വെക്കണോ വേണ്ടേ? എല്ലാ ജോലികളും അറിയാവുന്ന ഒരാളെയല്ലേ ജോലിക്ക് വെക്കേണ്ടത്. ഒരു കോലം പോലും ഇടാൻ അറിയാത്ത ഈ ജോലിക്കാരി ആരാ? പെണ്ണെ എഴുന്നേറ്റേ. എന്താ? എഴുന്നേക്കടി. അയ്യോ എടുത്തി, ഇത് വേലക്കാരിയല്ല, നമ്മുടെ വീട്ടിലെ പെണ്ണാ. നമ്മുടെ വീട്ടിലെ പെണ്ണോ? അതെ അമ്മേ. ആരാ നീ? എന്റെ അമ്മയെ നോക്കി അമ്മയെന്നൊക്കെ അധികാരത്തെ വിളിക്കുന്നു. ഇപ്പോഴത്തെ വേലക്കാരികൾ പോലും ഇങ്ങനെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് ഒരു ട്രെൻഡിങ്ങാ ചേച്ചി. കാണാൻ കാർത്തികയെ പോലുണ്ടല്ലോ. ഞാൻ കാർത്തിക തന്നെയാ ഏട്ടാ. നീ കാർത്തികയായിരുന്നോ? എന്ത് അവതാരം അടിയത്? ഞാനിപ്പോ എന്ത് പറയാനാ അമ്മേ? രാവിലെ തന്നെ അച്ഛൻ ചാണകം കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു. മുറ്റത്തത് തളിക്കാൻ പറഞ്ഞു, അതും ചെയ്തു. കോലം ഇടാൻ പറഞ്ഞു, അതെനിക്കറിയില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഇട്ടത്. എന്നോട് പോലും ഏട്ടനാണെങ്കി കിണറ്റിലുള്ള വെള്ളം മുഴുവൻ കോരി ചേർത്തി. ദേഹമൊക്കെ നല്ല വേദന എടുക്ക. അയ്യോ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. അവള് മാത്രമാണോ? ഞാനും കഷ്ടപ്പെടുന്നുണ്ടമ്മേ. അച്ഛനാണെങ്കിൽ എന്നെ വീട് മുഴുവനും പലയിടയ്ക്ക് ഏൽപ്പിച്ചിരിക്കുക. ഇത് നിനക്ക് ശീലമില്ലാത്ത ജോലിയല്ലടാ. പിന്നെ എനിക്കെന്താ, വെള്ളം കോരുന്ന ശീലമുള്ള ജോലിയാണോ? അച്ഛൻ ഞങ്ങളെ പണിയെടുപ്പിച്ച് കൊല്ലാൻ നോക്കുക. എന്താ എന്തുപറ്റി? ഇത്ര മോശമായിട്ട് വെള്ളം ഒഴിച്ചതാരാ? ഇത്ര വൃത്തികെട്ട കോലിട്ടതാരാ?
ഏട്ടന്റെ അനിയത്തി കാർത്തിക തന്നെയാ ഇട്ടത്. തനിക്കൊരു അല്പമെങ്കിലും വിവരമുണ്ടോ വസുന്ധരെ? കുറച്ച് സെൻസ് ഉണ്ടോ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അത് അങ്ങനെ വഴക്ക് പറയട്ടാ. വസു എന്താ ചെയ്തത് അബി? അവൾ എന്തിനാ വഴക്ക് പറയുന്നേ? ഏട്ടത്തെയും കൂടെ ഇങ്ങനെ ആയാലോ? വീട്ടിലെ മൂത്ത മരുമകളായിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? പാവ ഇളയ മരുമകളായ കാർത്തികയെ ഇങ്ങനെയൊക്കെയാണോ ടോർച്ചർ ചെയ്യുന്നത്? അബിയേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യാണ്. കാർത്തിക സിറ്റിയിൽ വളർന്ന കുട്ടിയാ, നല്ല പഠിപ്പുള്ള കുട്ടിയാ. അവൾക്ക് ഈ വില്ലേജിലെ കാര്യങ്ങളല്ലോ അറിയോ? ഇങ്ങനെയുള്ള ജോലികളൊന്നും അവൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾ എങ്ങനെയാ കാണേണ്ടേ? ഏട്ടൻ എന്ന് പറഞ്ഞ അഭേട്ടൻ തന്നെയാ. എല്ലാരെ കുറിച്ചും അങ്ങേർക്ക് നല്ല ചിന്തയുണ്ട്. നിങ്ങളാണെങ്കിൽ കാർത്തികേക്കാളും സീനിയേഴ്സ് ആണ്, എല്ലാ ജോലിയിലും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അങ്ങനെയുള്ള കാർത്തികയോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറണ്ടേ? ഒരു ഗൈഡായി, ഒരു കോച്ചായി, ഒരു ടീച്ചറായിട്ടാണ് നിൽക്കേണ്ടത്. ചാണകം തളിക്കുന്നത് തൊട്ട് കോലം ഇടുന്നത് വരെ നിങ്ങളല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നാളെ മുതല് അവളല്ലേ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത്.